സർ, ട്രംപ് വിളിച്ചിട്ട് മോദി ഫോൺ പോലും എടുക്കുന്നില്ല എന്നാണ് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇന്ത്യക്ക് എന്താ താരിഫ് വിഷയത്തിൽ ഒരു ചർച്ച നടത്തണ്ടേ? ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ? ട്രംപിന്റെ ഒരു ഫോൺ കോൾ എടുക്കാൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരമില്ലേ എന്ന് ജർമ്മൻ മാധ്യമങ്ങൾ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഫോൺ കോൾ എടുക്കാൻ പോലും അദ്ദേഹത്തിന് സമയമില്ലേ? അതിനകത്ത് ഈ പറയുന്ന പോലെ വിശ്വസിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി മടയനായിട്ടുള്ള ഒരു ആളും ഒന്നും അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. കാരണം അമേരിക്ക എന്താണെന്നും അമേരിക്കയുടെ പുറകോട്ടുള്ള സ്വഭാവം എന്താണെന്നും പുറകോട്ടുള്ള പ്രസിഡന്റുമാർ എത്തരത്തിലാണെന്നും അമേരിക്കയ്ക്ക് പൊതുവെ എല്ലാരോടും ഉള്ള സമീപനം എന്താണെന്നും ഒക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രംപ് എന്ന് പറയുന്ന ഒരാൾ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, മൈ ഫ്രണ്ട് എന്ന് എനിക്കൊന്ന് ട്രംപാ പറയുന്നത്, അതോ മോദിയാണ്, എന്തുവായാലും രണ്ടുപേരും അതേപോലെ രണ്ട് രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിലെ നയതന്ത്ര ബന്ധത്തിനപ്പുറമുള്ള ഒരു ബന്ധം നമ്മളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നിടത്താണ് രണ്ടാമത്തെ പ്രാവശ്യം ജയിക്കാൻ ആരും അമേരിക്കയിൽ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ലോകത്ത് പല രാജ്യങ്ങളും ആഗ്രഹിക്കാതിരുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹം ജയിക്കുന്നതിന് എടുത്ത പല കാർഡുകളുടെ കൂട്ടത്തിൽ മോദിയുമായിട്ടുള്ള ബന്ധവും അത് വഴി ഇന്ത്യൻ വംശജരുടെ വോട്ടും വസൂലാക്കിയാണ് ജയിച്ചതെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പം അതിനുശേഷം മുൻപ് ഉണ്ടായിരുന്ന അമേരിക്കയ്ക്കപ്പുറം ലോകത്ത് ആരോടും അല്ലെങ്കിൽ ഇഷ്ടക്കുറവുണ്ടെങ്കിലും ട്രംപ് കടുത്ത നിലപാടെടുക്കുമ്പോഴും ഇന്ത്യയോട് അത്തരത്തിൽ നിലപാടെടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ പല ചർച്ചകളും ചെയ്തിട്ടുണ്ട്. പല മാധ്യമങ്ങളും, അത് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് നമ്മളുടെ പ്രതിസന്ധി സമയത്ത് ഇതിനകത്ത് വല്ലാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഈ താരിഫ് വിഷയം മാത്രമല്ല, ഇത് താരിഫ് അല്ല പ്രശ്നം. താരിഫ് നമുക്കിപ്പോ താരിഫാണ് വിഷയം എന്നാണ് പറയുന്നത്, താരിഫ് അല്ല വിഷയം. നമ്മുടെ ഏറ്റവും ഈ കാര്യങ്ങൾ നേരെ പൊക്കൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് ഈ പകൽഗാം, അതിനുശേഷം സിന്ദൂറിനകത്ത് ഈ പറയുന്നത് പോലെ നമ്മൾക്ക് അറിയാത്തൊരു തിരിച്ചടിയല്ലേ അമേരിക്ക തന്നത്. അമേരിക്കയുടെ ഇടപെടിയിൽ അല്ലെങ്കിൽ ഇത്രയും കാലത്തിനകത്ത് പാകിസ്ഥാൻ എപ്പോഴൊക്കെ നമ്മളുടെ കൂടെ നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മളുടെ ഭാഗമല്ലാതെ നിന്ന് അമേരിക്കയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് നമുക്ക് സഹിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇയാളുടെ വർത്തമാനം എങ്ങനെയായിരുന്നു? ലോകത്ത് ഭീകരവാദത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, അതിന്റെ ഉറവിടം അത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെ ഞങ്ങൾ തീരെ ഉണ്ടാകത്തില്ല. ആ പാകിസ്ഥാനകത്ത് നമ്മൾ കേറി അടിച്ചു, അറിഞ്ഞോ അറിയാതെയോ എന്ന് അറിയത്തില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട വ്യോമത്താവളം അമേരിക്കയുടേതായിരുന്നു. അടിച്ചു കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ അവിടെ മാത്രമേ ഈ പറയുന്നത് പോലെ അണവായുധം പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ കയറി നമ്മൾ അറിഞ്ഞാതെയോ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും അടിച്ചത്. കാരണം അമേരിക്ക പമ്മി ഇരുന്നിട്ട് കാണിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുമെന്ന് അന്നേരവും നമ്മൾ വിചാരിക്കുന്നുണ്ടാകത്തില്ല. വ്യോമത്താവളം അവർക്ക് അതിനകത്തുണ്ട്. അതൊരു പക്ഷെ അവർ വളരെ പുറകോട്ട് ശീലിച്ചിരുന്ന കാര്യമാണ്. അത് അമേരിക്കയുടെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മളായാലും അത്തരത്തിൽ നമുക്കൊരു സാധ്യത വന്നാൽ കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം അയാളുടെ പരസ്യമായ നിലപാട്, ലോകത്തെ ഏറ്റവും നശിച്ച രാജ്യം, ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഈ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് പോലും ഇല്ലാത്തൊരു താല്പര്യവും, ലോകത്തിലെ കോട്ടിട്ട ഭീകരവാദി എന്ന് പോലും പല രാജ്യങ്ങളും വിളിക്കുന്ന മുനീറിനെ അയാൾ ഏറ്റവും വേണ്ടപ്പെട്ടവനാക്കുന്നു. ആ മുനീറിനെ ഉപയോഗിച്ച് നമ്മളുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയാൻ ഇന്നലെ ഉൾപ്പെടെ അതിർത്തിയിൽ, ജമ്മു കാശ്മീർ അതിർത്തിയിൽ അരഡസനോളം ഡ്രോൺ സാന്നിധ്യം ഉണ്ടാകുന്നു. പാകിസ്ഥാൻ ഇന്ത്യയെ അടിക്കാൻ പറ്റുമോ? പാകിസ്ഥാൻ ഏറ്റവും ബലവത്തായിട്ട് ഇന്നിപ്പം അടിച്ചിട്ട് പറഞ്ഞതുപോലെ അടി മേടിച്ച് ഊപ്പാട് വന്ന് രണ്ട് കൈയും എടുത്ത് തൊഴുത് കാലെ പിടിച്ച യുദ്ധം നിർത്തിയത്. ഇപ്പൊ ആ യുദ്ധത്തിനകത്ത് വന്ന ഡാമേജ് പോലും നികത്താൻ പറ്റാത്ത അവസരത്തിൽ വീണ്ടും നമ്മളെ ചൊറിയുന്നു. അപ്പൊ അതിന്റെ പുറകിൽ ഒരു ബാക്കപ്പ് ഇല്ലേ? അപ്പൊ ഇയാള് നമ്മളോട് കാണിച്ചിട്ടുള്ളതിന്റെ ആഴമാണ് ഞങ്ങൾ മനസ്സിലാക്കി. മോദി എന്തുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് ചോദിച്ചില്ലേ? അതിനുശേഷം താരിഫ്, ലോകത്ത് ബ്രസീലിനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താരിഫ് അടിച്ചു തന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തോ അതിന് കാരണം പറഞ്ഞ്, റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നടത്താൻ പറഞ്ഞത് ബൈഡൻ അല്ലേ? ലോകത്തിനകത്തെ എണ്ണയുടെ നമ്മൾ റഷ്യൻ എണ്ണ മേടിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾക്കും എല്ലാം അങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എണ്ണ മേടിക്കണം, അല്ലെങ്കിൽ ലോകത്ത് ഞങ്ങൾ മേടിക്കുന്ന എണ്ണയ്ക്ക് പോലും GCC രാജ്യങ്ങൾ വില കൂട്ടും. അപ്പൊ ലോകത്ത് എണ്ണ
വില ഒരു കൃത്യമായ രീതി നിർത്തണമെന്ന് നിങ്ങളൊന്ന് എണ്ണ മേടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ മേടിച്ച്. മാത്രമല്ല ഇപ്പൊ നമ്മൾ മേടിക്കണ്ട എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന റഷ്യയിൽ നിന്ന് സാധനം മേടിക്കുമല്ലേ. ഗ്യാസും എണ്ണയും 51% യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും മേടിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തോ ന്യായം? മാത്രമല്ല നമ്മളെക്കാട്ടി കൂടുതൽ എണ്ണ മേടിച്ചോണ്ടിരിക്കുന്നതല്ലേ ചൈന. എന്താ ചൈനക്ക് താരിഫ് 30% ആക്കി? അപ്പൊ നമ്മളെ തീർത്തും വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. നമ്മളുടെ വളർച്ചയാണ് അയാൾക്ക് പ്രശ്നം. നമ്മളെ ലോക രാജ്യങ്ങൾ അംഗീകരിക്കുന്നതാണ് പ്രശ്നം. ഇന്ത്യ ഇത്രയും 10 കൊല്ലം കൊണ്ട് ഒരുപക്ഷെ വലിയ വലിപ്പത്തിൽ വളരുന്നു എന്ന് ആശങ്കപ്പെട്ടിരുന്ന അമേരിക്ക ആശങ്കപ്പെട്ടിരുന്ന ചൈനയെക്കാട്ടിൽ സ്പീഡിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ 10 കൊല്ലത്തെ വളർച്ച ചൈനയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ 25 കൊല്ലം കൊണ്ട് ചൈന വളർന്ന വളർച്ചയാ 10 കൊല്ലം കൊണ്ട് നമ്മളിപ്പോൾ വളർന്നിരിക്കുന്നത്. അത് തന്നെയാണ് കാരണം. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തന്റെ അടുത്ത് നമുക്കെതിരെ താരിഫ് കൊണ്ടുവന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. 50% കൊണ്ടുവന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ വേറെ ചില രീതിയിലൊക്കെ അവിടെ അല്ലെങ്കിൽ ഏതാണ്ട് 10-80 ബില്യണോളം കരാറുണ്ടായതുകൊണ്ട് നമുക്ക് അതിനകത്ത് നല്ലൊരു നഷ്ടം അല്ലെങ്കിൽ ആദ്യം കുറെ ബുദ്ധിമുട്ട് വരും. അതിനകത്ത് നമ്മുടെ പ്ലാനിങ് അതിനെ അതിജീവിക്കാൻ വേണ്ടി എല്ലാം ഇന്ത്യക്കകത്തും താരിഫ് അതിജീവിക്കാൻ നമ്മൾ ഈ പറയുന്ന GST കാര്യത്തിനകത്തൊക്കെ മാറ്റം വരുത്തി മറ്റു പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ കയറ്റുമതി ചർച്ച ചെയ്യുന്നു. അതിനകത്ത് റഷ്യയുടെയും ചൈനയുടെയും സഹായം അല്ലെങ്കിൽ ആ ഒരു യോജിപ്പിലേക്ക് പോകുന്നു. ചൈന ഏതാണ്ട് 10-20 രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് SCO മീറ്റിംഗിന് ശേഷം ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ താരിഫിനെ അതിജീവിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ താരിഫ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അതിനൊരു മറുമരുന്ന് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം അതെല്ലാം അതിന്റെ കൂടെ ഉണ്ട്. അപ്പം ഇപ്പൊ ഇയാൾ വിളിച്ചെങ്കിൽ ഇയാൾക്ക് മനസ്സിലായി വിരട്ട് അല്ലെങ്കിൽ ഇയാളുടെ കാര്യം, ഇയാളുടെ ഒരു കാര്യത്തിന് നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ ഈ താരിഫിന്റെ കൂടെ നമ്മളെ വിരട്ടുന്നതിന് വേണ്ടിയാ ഇപ്പൊ പാകിസ്ഥാനെ കൊണ്ട് അടുപ്പിച്ചിട്ട് വീണ്ടും അടുപ്പിച്ച് സപ്പോർട്ട് കൊടുത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ചിലപ്പോൾ ചെന്ന് കാലെ പിടിക്കുമെന്നൊക്കെ കണ്ടുകൊണ്ട് അയാൾ പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ വഴങ്ങി കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇയാളെ നമ്പണ്ട, ഇയാള് ചതിയനാണ്. ഇയാളെ നമ്പണ്ട കാര്യമില്ല. ഇയാള് നമ്മളെ വഹിക്കാൻ വേണ്ടി താരിഫിന്റെ രൂപത്തിലും മറ്റ് ശത്രു രാജ്യങ്ങളെ ഒക്കെ പിടിച്ച് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് അതിന് മറുമരുന്ന് കാണുമോ, അത് കാണാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെന്ന് തീരുമാനമെടുത്തും അതിനെ അതിജീവിക്കാനും നമ്മൾ ശത്രുവിനെ ശത്രുവായിട്ട് കണ്ടു തന്നെ മുന്നോട്ട് പോകാനും തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഫോൺ എടുക്കാത്തത്. അനൗദ്യോഗികമായിട്ട് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ വിളിച്ചില്ലയോ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഫോൺ വിളിച്ചോ വിളിച്ചില്ലയോ എന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല. ജർമ്മൻ പത്രം, പ്രധാനപ്പെട്ട പത്രം ഔദ്യോഗികമായിട്ട് തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പം വിളിച്ചു കാണാൻ സാധ്യത ഉണ്ടായിരിക്കാം. കാരണം നമ്മൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രശ്നം കൊണ്ട് ഇപ്പൊ തന്നെ അമേരിക്കയിൽ പണപ്പെരുപ്പവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഒന്ന് നിന്നാട്ടെ, ഒരു കൊല്ലം കഴിയുമ്പോഴത്തേന് അമേരിക്ക ഈ പറയുന്ന കരാറുകൾ അല്ലെങ്കിൽ താരിഫുകൾ പിൻവലിച്ച് നമ്മളുടെ കാൽക്കൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത്തരത്തിൽ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് ഈ പറയുന്ന ട്രംപ് ഇതുപോലെ ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലുള്ള താരിഫും അല്ലെങ്കിൽ ലോകത്ത് ഒരു ഒരു രീതിയിലും തലയ്ക്കകത്ത് ആളുതാമസമുള്ള ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു താരിഫ് മറ്റു രാജ്യങ്ങളുമായിട്ട് വരത്തില്ല. അമേരിക്കയ്ക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും, അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക ബാധ്യത ഉണ്ടാകും, അല്ലെ ട്രേഡിങ്ങിനെ ബാധിക്കും, എല്ലാ മേഖലയും ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ കാണിക്കുന്നത് തലയ്ക്ക് തൂല്ലാത്തവനാണെന്ന് പോലും ഇപ്പം വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇപ്പം അനൗദ്യോഗികമായിട്ടുള്ള പല വാർത്തകൾ വരുന്നത് പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് എനിക്കറിയത്തില്ല ശരിയാന്ന്, ഓരോന്നിനകത്ത് യൂട്യൂബിനകത്ത് മറ്റു പല വാർത്തകൾക്കകത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ഏതാണ്ട് വലിയ അസുഖമാണ്, ഇയാൾക്ക് പ്രാന്താണെന്ന് വരെ എഴുതി വരിക. എന്നിട്ട് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയാം. ഏതായാലും മോദി ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ മോദി തീരുമാനിച്ചിരിക്കുന്നു ഇതിനെ അതിജീവിക്കും. അമേരിക്കയുടെ തിട്ടൂരത്തെ അതിജീവിക്കും. ശത്രുവിനെ നമ്പി ഇനി ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു അവസ്ഥയില്ല. പിന്നെ അയാൾ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന ഒരവസ്ഥ വന്നാൽ അന്നേരം ആലോചിക്കാം. അത്തരത്തിലുള്ള ആലോചനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ശത്രുതയല്ല, നമ്മളോടാണ് കാണിച്ചത്, നമ്മളൊന്നും കാണിച്ചിട്ടില്ല. മര്യാദ കേട് നമ്മളല്ല കാണിച്ചത്, നമ്മളോടാണ് കാണിച്ചത്. അതിനകത്ത് ഇനി ഫോൺ എടുത്ത് സംസാരിക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഇയാൾ എന്തോ നാളെ കാലത്ത് പറയുന്നത്, ഇവൻ ഫോൺ വിളിച്ചിട്ട് പറയും മോദി ഫോൺ വിളിച്ച് കാലെ പിടിച്ചിട്ടുണ്ട്. നാളെ ഈ ഫോണിന്റെ സാമാനം വെളിവിട്ടിട്ട് അതുകൊണ്ട് ആ മോദി ഫോൺ എടുക്കാത്ത. ഇപ്പൊ തന്നെ ഇന്നലെയും പറഞ്ഞു ഞാൻ ആ യുദ്ധം നിർത്തിയത്. ഇല്ലേ, പണ്ട് ഒരു കഥയുണ്ട്. മുതല ഉണ്ടല്ലോ, മുതല പശുവിനെ പിടിക്കും. പശുവിനെ പിടിക്കുമ്പോൾ ഈ മുതലയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുതല വായിക്കകത്ത് ഈച്ച ഇരിക്കും. ഈച്ച കിളിയൊക്കെ വന്നിരിക്കും. മുതല വാ തുറന്നിരിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ കുത്തിയെടുത്തുകൊണ്ട് പോകുന്നതിനും അല്ലെങ്കിൽ വാ തുറന്നിരിക്കുമ്പോൾ കൊണ്ടുപോകാൻ ഈച്ച കാണും. അപ്പൊ ഈ മുതല പശുവിനെ പിടിക്കും, തിന്നും. ആരാണ്ട് ഒരുത്തൻ ചോദിച്ചു പറഞ്ഞു ഞാനും മുതലേച്ചനും കൂടെ പശുവിനെ പിടിക്കുന്നു ഈച്ച പറഞ്ഞു.
എന്ന് പറഞ്ഞ പോലെ ഈ ട്രംപിനെ യുദ്ധം നിർത്തിയ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ പോലെ അയാൾ ആ യുദ്ധം നിർത്തിയെന്ന് പലവട്ടം പറഞ്ഞു. എന്റെ കൊച്ചേട്ടൻ നിങ്ങളല്ല നിർത്തിയെന്ന് ഇവിടുത്തെ കൊച്ചു പിള്ളേർ വരെ പറയുക നിങ്ങളല്ല നിർത്തിയത്. അപ്പൊ ഇയാള് ഈ മാതിരി ഒരു സാധനമാണ്, ഈച്ചയുടെ ഐറ്റമാ. ഈ മുതലയുടെ കാര്യം പറഞ്ഞ പോലെ മുതല ഇതിനെ പശുവിനെ പിടിക്കുന്നതിനകത്ത് പശുവിനെ പിടിച്ചു കഴിയുമ്പോ അതിന്റെ അവശിഷ്ടം അടിച്ചിട്ട് ഈച്ച പറയാ ഞാൻ മുതലേച്ചനോട് ആ പശുവിനെ പിടിക്കുന്നതെന്ന് പറഞ്ഞത് അതുപോലെ ഇയാൾ ഈ പറഞ്ഞതുപോലെ ലോകത്തുള്ള യുദ്ധം എല്ലാം നിർത്തി ഇന്നലെ അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഫോണും എടുക്കാതെ വന്ന് ലോക പരാജയമായിട്ട് താരിഫിന്റെ വിരട്ടി ഇപ്പം പോടാ കൊച്ചതിന്റെ പാട്ടിന് ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്നുള്ള ഭാഷയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇന്നലെ പറഞ്ഞേക്കോ ഞാൻ ആ യുദ്ധം നിർത്തിയേ. ഇയാൾ എന്തൊരു മണ്ടനാന്നറിയോ, ഞാൻ ആ യുദ്ധം നിർത്തിയേക്കുക. ഞാൻ യുദ്ധം നിർത്തിയതിനകത്ത് വരട്ടിയത് എങ്ങനെയാണെന്നറിയോ, വ്യാപാര കരാറൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ നിന്ന് തരത്തൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിൽ യുദ്ധം നിർത്താൻ പറഞ്ഞാൽ നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്ത് കളയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ഇന്ത്യ ഉടക്കി ഇപ്പോഴും നിർത്തിയേക്കില്ല, എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ ഇയാൾക്ക് തലയ്ക്കകത്ത് സുഖമില്ല എന്ന് ആരെങ്കിലും പറയാൻ നമുക്ക് കുറ്റം പറയാൻ ഒക്കുമോ? ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറ് നമുക്ക് ബോധ്യമല്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിർത്തി പോകുന്നതാ. അല്ലെങ്കിൽ അവനിവിടെ വന്ന് പാല് വിൽക്കാനും പഞ്ചസാര വിൽക്കാനും മലക്കറി വിൽക്കാനും ഒക്കെ നോക്കി നമ്മൾ പറഞ്ഞത് നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തി വെച്ചേക്കും. എന്നിട്ട് അത് പറഞ്ഞാൽ ഞാനൊന്ന് യുദ്ധം നിർത്തിയേ, അത് സുതാര്യമാക്കി കൊടുത്തോണ്ട് ആ യുദ്ധം നിർത്താമെന്ന് ഇന്ത്യ തീരുമാനിച്ചേ. മോദി അതുകൊണ്ടാ വഴങ്ങി. ഇത് തന്നെ പരിശോധിക്കുമ്പം ആൾക്കാർക്ക് അറിയാവുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പൊ ആർക്കാ ലോക പൊളിറ്റിക്സ് അറിയാമേത്ത് അവർ നോക്കുമ്പോ ഇപ്പൊ തന്നെ അറിയത്തില്ല ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല, ഇയാൾക്ക് ഭ്രാന്താണ്, പിന്നെ അത് ഔദ്യോഗികമായിട്ട് ഉള്ള അറിയിപ്പ് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ ചിന്തിച്ചാൽ കുറ്റം പറയാനൊക്കെ. ഏതായാലും ഫോൺ എടുക്കുന്നില്ല കൊച്ചാട്ട, ഫോൺ എടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. ഇയാൾ കാണിക്കുന്നത് കാണി ഒന്നുകിൽ ഞങ്ങള് മുടിയുമായിരിക്കും. പണ്ട് ഇല്ലാത്ത കാലത്ത് നീ ഗോതമ്പ് വന്നിട്ടില്ല, അന്ന് നമ്മൾ ഉപവാസം എടുത്ത് അത് ജീവിച്ച അതിന്റെ ആ അവസ്ഥയൊന്നും നമുക്ക് ഇപ്പൊ ഇല്ല. പണ്ടില്ലേ ഒരു പയ്യൻ പറഞ്ഞല്ല ആ അവസ്ഥയൊന്നും ഒന്നുമില്ല. ഇനി നമ്മൾ നാറി ജീവിക്കണം തീരുമാനിച്ചിട്ടില്ല. എന്ന് വെച്ചാല് പണ്ട് എന്റെ വീട്ടില് ഒരു പയ്യൻ ട്യൂഷന് വരുമായിരുന്നു. പെങ്ങള് ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. കൊച്ചു പയ്യൻ LKG UKG. അപ്പം അവള് ചോദിച്ചു, അപ്പൊ വന്നിരുന്ന് കാര്യമൊക്കെ പറയാം. കൊച്ചു പിള്ളേരടുത്ത് നമ്മള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് മോനെ വിശേഷം വീട്ടിലൊക്കെ. അപ്പൊ ഇയാള് ദേഹത്ത് ഒരു നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പുറത്തുള്ള ഒരു പയ്യനാ, കുഞ്ഞാ, LKG. അപ്പൊ ചോദിച്ചു എന്തൊരു മണവാ, കൊള്ളാവല്ലോ. ആ പണ്ട് കുറെ നാറ് ജീവിച്ചു, ഇനിയിപ്പൊ നാറ് ജീവിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ പണ്ട് നമുക്ക് പ്രശ്നമുള്ള സമയത്ത് നമ്മൾ ഇത് അംഗീകരിച്ചിട്ടില്ല. ഏതാ ഗോതമ്പ് പട്ടിണിയുള്ള കാലത്ത് നീ തരാത്തപ്പോ നമ്മൾ മുണ്ട് മുറിഞ്ഞു കൊടുത്തത്. അപ്പം ഇപ്പൊ നമുക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഇയാള് നിന്നില്ല ലോകത്തെ പല രാജ്യങ്ങളെ നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ തീരെ അംഗീകരിച്ച് തരുന്ന ഒരവസ്ഥയില്ല. ഇയാൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും, ഞങ്ങളും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്കാണ് മോദിയുടെ നിലപാട്. എന്തായാലും മോദി അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ട്രംപിന്റെ ഫോൺ കോൾ പോലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മൻ മാധ്യമങ്ങൾ അതൊരു വലിയ വാർത്തയാക്കുമ്പോൾ വ്യക്തമാണ് താരിഫ് വിഷയത്തിൽ അമേരിക്കയോട് ട്രംപിനോട് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇഞ്ച് പോലും ഒരു കോംപ്രമൈസിനില്ല എന്നുള്ളത് വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.